ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയും കൂടിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ശരിക്കും ചിക്കനും ചീസും അതുപോലെ ബ്രെഡും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ അധികം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു റെസിപ്പി ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്നൊരു സാൻഡ്വിച്ചായിട്ടും പിന്നെ ഒന്നൊരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു ബോൾ ടൈപ്പിലായിട്ടുമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ എഴുതിയിട്ടുള്ള ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ഒരു പടം വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ ഓൾ എന്ന് കാണും. അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങളാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലുള്ള കഷ്ണങ്ങളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് എല്ല് മാറ്റിയിട്ട് ചിക്കൻ മാത്രം എടുത്താൽ മതി. ഇനി നമ്മളിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സമയം നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രെഡിൻ്റെ സൈഡ് ഉപയോഗിക്കാം. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ വേണ്ടത് ചീസാണ്. ഞാനിവിടെ ട്രയാങ്കിൾ ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള എല്ലുകളൊക്കെ ഒന്ന് മാറ്റി ചിക്കനൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്താലും മതി. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്കിത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുപ്പിലൊരു പാന് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു മീഡിയം തീയിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാതും ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് എല്ലാതും പാടെ നട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെ ബോളാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ നോർമൽ വെള്ളമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രെഡൊന്നും ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം. ഒരുപാട് നേരിട്ട് മുക്കരുത്. അപ്പോൾ ബ്രെഡ് പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ അത് ബോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് കറക്റ്റ് ഷേപ്പായിട്ട് വന്നോണമെന്നില്ല. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ വന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലത്തെ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ചിക്കൻ്റെ മസാല ഈ ബ്രെഡിൽ എല്ലാ ഭാഗത്തുനിന്ന് പുരട്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോzzarella ചീസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ചുകൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെച്ചുകൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇത് നമുക്ക് സാൻഡ്വിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഈ ചീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾസ് ഉണ്ടാക്കില്ല അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നോക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചട്ടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിലൊന്നും വേസ്റ്റ് ആക്കി കളയണ്ട.
ഒരു ഗോൾഡൻ കളർ ആവുന്നൊരു വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ചും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു സൈഡായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഈ ഒരു സാൻഡ്വിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല ചീസൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ കുറച്ചധികം മൊസറല്ല ചീസ് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കാണാൻ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ നല്ല ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയും കൂടിയാണ്. ഞാൻ ഈ ബോളും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ട നല്ല ഉള്ളിൽ ആ ചിക്കൻ്റെയും ആ ചീസിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് കമൻസൊക്കെ അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വേറെ റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ. താങ്ക് യു.